ശ്രേഷ്ഠതയെ കർത്താവിൽ വാത്സല്യം. എനിക്ക് കൃത്യം 2 വർഷം മുമ്പ് ഈ സമൂഹത്തെ മുഴുവനും ഞെട്ടിച്ചുകൊണ്ട് ഒരു വാർത്തയാണ് നമുക്ക് കേൾക്കാനുണ്ടായത്. സൗഖ്യത്തിലേക്ക് നയിക്കപ്പെടുന്നു എന്ന് വിചാരിച്ചിരുന്ന അവസരത്തിൽ പൊടുന്നവരെ ആരോടും പറയാതെ, ആരും അറിയാതെ ഈ ലോകത്തിൽ യാത്രയായി എന്നുള്ള ഞെട്ടിക്കുന്ന വാർത്തയാണ് നമുക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചത്. അതും പ്രത്യേകിച്ച് മൂത്ത സഹോദരി കടന്നു പോയിട്ട് 3 ആഴ്ചയായുള്ളൂ. അതിൻ്റെ ദുഃഖങ്ങളും നിർവീർപ്പുകളും വേദനകളും തളർത്തുന്ന പല അനുഭവങ്ങളും നമ്മളെ വല്ലാതെ ബാധിക്കുന്ന ഒരവസരത്തിലാണ് അടുത്ത വാർത്ത നമുക്ക് കേൾക്കാനിടയാണ്. ഞാനും എന്ന ദേവാലയത്തിൽ ഈ ആരാധനയിൽ സ്വർഗവിരുന്നിൽ പങ്കെടുക്കുകയാണ്. ഈ അവസരത്തിലുള്ള നമ്മുടെ ഭാവങ്ങളും കടന്നുപോയവരുടെ ഇപ്പോഴത്തെ അവസ്ഥയും ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളെ നിറവും തിരുവചനത്തിൻ്റെ മനോഹാരിതയും ഈ കടന്നുപോയവരുടെ ജീവിതത്തിലെ ചില മൂല്യങ്ങളും നമുക്ക് ഒരു പുതിയ തലത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ ആകർഷിക്കുവാൻ, വേദനയുടെയും നെടുവീർപ്പിൻ്റെയും ഒരുപക്ഷെ നിരാശയുടെയും ഭാവത്തിൽ നിന്ന് പ്രത്യാശയുടെ സമ്പന്നതയിലേക്ക്, ദൈവകൃപയുടെ സമൃദ്ധിയിലേക്ക്, നിങ്ങളെയും എൻ്റെ നാളത്തെ ജീവിതം എങ്ങനെയായിരിക്കണം എന്നുള്ളത് ഓർക്കുവാൻ, അതിനായി ഒരുങ്ങുവാനും ആ ഒരുക്കത്തിന് കൃപകൾ പകരുന്ന ദൈവത്തെ സമീപിക്കാനും താല്പര്യപൂർവ്വം ശ്രദ്ധ വയ്ക്കുന്ന അവസരങ്ങളായിട്ട് തരിക. നമ്മുടെ ജീവിതാനുഭവങ്ങൾ ദൈവത്തോടുള്ള ബന്ധത്തെ മാത്രമല്ല, ദൈവത്തെക്കുറിച്ചുള്ള അറിവും അവിടെ നിന്നുള്ള സന്ദേശങ്ങൾ ഏറ്റുവാങ്ങുവാനുള്ള കൃപകളും പ്രാപിപ്പാനായിട്ട് സാധിക്കുന്ന അവസരങ്ങളായിട്ട് ഇവിടെ ഇരിക്കുന്ന പലരും പല ഉത്തരവാദിത്തങ്ങളാണ് ലോകത്തിൻ്റെ പല ഭാഗത്ത് കഴിയുന്നത്. അതിനേക്കാൾ കൂടുതൽ പേര് ഇന്ന് ഇവിടെ ഫിസിക്കലായിട്ടും എത്തിച്ചേരണമെന്ന് ആഗ്രഹിച്ച് മോഹിച്ചിരുന്നവരാണ്. എല്ലാവർക്കും സാധിച്ചിട്ടില്ല. ദൈവകരുണയാൽ നമുക്ക് ഈ ദേവാലയത്തിൽ ഈ സ്വർഗീയ ആരാധനയുടെ മധ്യത്തിൽ ചുവടെ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാനും പരിശുദ്ധാത്മ നടത്തിപ്പ് ഉൾക്കൊള്ളുവാനും സാധിക്കും. ഇതെങ്ങനെ അതിൻ്റെ പൂർണ്ണതയിൽ ആർജിക്കാൻ സാധിക്കും? അതിൻ്റെ നിറവിൽ നമുക്കെങ്ങനെ സജീവമായിട്ട് ബന്ധപ്പെടാൻ സാധിക്കും? നമ്മൾ നേരിടുന്ന സാഹചര്യങ്ങളുടെ മധ്യത്തിൽ ജീവിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യവും ഈ കാലഘട്ടത്തിൽ നമുക്കുള്ള സന്ദേശവും അത് ഏറ്റുവാങ്ങുവാനുള്ള കൃപ ആർജിക്കാനുള്ള സംസ്കാരം നമുക്കെങ്ങനെ സ്വന്തമാക്കാൻ സാധിക്കും? വളരെ നന്നായി. കടന്നുപോയ 2 പേരും അവിടെ ജീവിതത്തിലെ വളരെ നിർണായകമായ മുഹൂർത്തങ്ങളെല്ലാം ദൈവത്തിനുള്ള താല്പര്യം കണ്ടെത്തുവാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചിരുന്നത്. അത് നിങ്ങൾക്കും എനിക്കും വിളമ്പിത്തുള്ളത്. വിളമ്പുമ്പോൾ അതിൻ്റെതായിട്ടുള്ള പൂർണ്ണ താല്പര്യം നിറഞ്ഞതാണ്. തങ്ങൾക്ക് ദൈവമായി കൈമാറിയ സിദ്ധികൾ കൊണ്ട് ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാനും സേവിപ്പാനും സാക്ഷിപ്പാനും ഉത്സാഹം കാട്ടിവരും. ആ കാര്യത്തിൽ നമ്മളെക്കാൾ കുറെ കൂടെ മഹത്തരമായ ഒരു ശൈലവിശേഷം നിലനിർത്തിയാണ് നടക്കുന്നത്. ഈ ഒളിമ്പിക്സിൽ വളരെ വിശേഷമായിട്ടുള്ള പല നേട്ടങ്ങളും കൈവരിച്ചവരാണ്. നമ്മുടെ പുതുവരിഞ്ഞിരുന്ന് അതൊക്കെ വീക്ഷിക്കുകയോ അതിനെയൊക്കെ പ്രശംസിക്കുകയോ അതൊക്കെ അനുഭവത്തോടെ നോക്കുകയോ ചെയ്യുമ്പോൾ നമ്മുടെ അധ്വാനം കഴിയും.
താല്പര്യം അന്ത്യത്തോടെടുക്കുക. എന്നാൽ അതിനുവേണ്ടി അധ്വാനിച്ചവരുടെ ശ്രമം ആ നേടിയെടുക്കാൻ സാധിച്ചതുകൊണ്ട് അവർ പ്രതിനിധാനം ചെയ്ത മേഖലയും രാജ്യവും ഇല്ല സർവോപരി സൃഷ്ടി മുഴുവനും അത്യാഘാതത്തിലും വളരെ വിശേഷമായിട്ടുള്ള പ്രത്യാശ. കാരണം മനുഷ്യന് നേടിയെടുക്കാൻ സാധിക്കുന്ന വിജയത്തിൻ്റെ പൂർണ്ണതയിലേക്കുള്ള നടത്തിപ്പാണ്. ഓരോ പ്രാവശ്യം റെക്കോർഡ് ലഭിച്ചെന്ന് പറയുന്നത് ഏതാനും നാളുകൾക്ക് മുമ്പ് ലോക റെക്കോർഡായിരുന്നതാണ് മാറുന്നത്. സാധ്യതകൾ മനുഷ്യ ജീവിതത്തിൽ വർദ്ധിക്കുന്ന ഒരു കഥയാണ്. രൂപാന്തരത്തിൻ്റെ ഇംപ്രൂവ്മെന്റിന്റെ വളർച്ചയുടെ ഉയർച്ചയുടെ നേട്ടങ്ങൾ പുതിയ ആവിഷ്കാരമാണ്. ഇത് അധ്യാത്മ രംഗത്തും അനുഭവമാറ്റി. അത് വാങ്ങിപ്പോലെ സൂക്ഷിച്ച് നോക്കുമ്പോൾ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരുന്ന ചില യാഥാർത്ഥ്യം. അത് ഈ സമയത്ത് ഒന്ന് അനുസ്മരിച്ചു പോകാനാണ്. നമ്മുടെ ജീവിതത്തെ മുഴുവനായിട്ട് പുതുക്കുവാനുള്ള ഉത്സാഹം നമുക്ക് വർദ്ധിപ്പിക്കാം. അത് സംഭവിക്കുകയാണെങ്കിൽ ഒളിമ്പിക്സിന്റെ വിജയ രഹസ്യങ്ങൾ ശ്രദ്ധയോടെ ഉറ്റുനോക്കുന്നവരും അവരിൽ ഒരുപടി ആളുകളെ ചില തീരുമാനങ്ങളെടുക്കും. ആവേശകരമായ ചില സ്വപ്നങ്ങളെ കാണും. അത് സാക്ഷാത്കരിക്കാനുള്ള ശ്രമങ്ങൾ അന്ന് മുതൽ ആരംഭിക്കണം. ഇതാണ് ഇതുപോലുള്ള മുഹൂർത്തങ്ങളുടെ പ്രാർത്ഥന. അവർക്കിത് സാധിക്കാമെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് ശ്രമിച്ചുകൂടാ? അവരെ കരുതുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ അവരെന്റെ നേരെ കണ്ണടയ്ക്കുന്നവരല്ല. അവർക്കിതെല്ലാം പ്രാപ്യമാണെങ്കിൽ നമുക്കും വിളമ്പി തരുവാൻ താല്പര്യമുള്ള ഒരു ചുവന്ന ദൈവമാണ്. ഇത് കൃത്യമായിട്ട് ബോധ്യപ്പെട്ട് അനുഗ്രഹീകരമായി അത് ഏറ്റുവാങ്ങുവാനാണ് ശ്രമിക്കുകയും അതിന് സാക്ഷ്യം വളർത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യും. ഒരു മെഡൽ നേടിക്കഴിഞ്ഞാൽ ആള് കൈ ഉയർത്തി ആളുകളെ അഭിവാദനം ചെയ്യുമ്പോൾ തൻ്റെ കൺമുമ്പിലുള്ള ഏതാനും ദക്ഷിണ മാത്രമല്ല, പ്രപഞ്ചത്തിലെ കോടാനുകോടികൾ ആവേശത്തോടെ നീങ്ങുക. തന്റെ കൺമുമ്പിൽ കാണുന്നത് മാതാപിതാക്കളുടെ ബന്ധുമിത്രാദികളോ ചിലപ്പോൾ കാണില്ല. ചില മാതാപിതാക്കൾക്ക് വീട്ടിൽ നിന്നും ടിവിയോ സൗകര്യങ്ങളോ കാണില്ല. എങ്കിലും ഒരു വാർത്ത അന്വേഷിച്ച് മകന്റെ മകളുടെ വിജയം തേടി അയൽപക്കത്തെ ഒരു ടിവിയിലെങ്കിലും ഉറ്റുനോക്കിക്കൊണ്ട് ഈ സന്തോഷകരമായ വാർത്തകൾ ഉൾക്കൊള്ളുവാനായിട്ട് വാഞ്ചിക്കുന്ന അവസരങ്ങളാണ്. ദൈവകാരണത്തിൽ നമ്മെ തന്നെ സമർപ്പിക്കുമ്പോൾ കടന്നുപോയവർക്ക് കൈമാറുന്ന കൃപകളുടെ സമർത്ഥ്യത്താണ് അന്വേഷിക്കാനുള്ള ഒരു ദാഹം നമുക്കുണ്ടാകും. ആ ദാഹത്തിന് ശമനം കൊടുക്കുന്ന വലിയ പ്രക്രിയകളാണ് ഇതുപോലുള്ള ശുശ്രൂഷകളിലും ദിവ്യബലിയിലും സ്വർഗീയമായിട്ടുള്ള കൂട്ടായ്മകളുമൊക്കെ നമുക്ക് കൃത്യമായും പൂർണ്ണമായും ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്ന ഒരു തലത്തിലേക്ക് നടന്നെടുക്കാൻ സാധിക്കും. പാരമ്പര്യത്തെ പ്രസക്തി ഒളിമ്പിക്സിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുന്ന ആളുകളുടെ മനസ്സിന്റെ ക്ഷതവികാരം അന്ന് മുതൽ ലക്ഷ്യസ്ഥാനത്തെ കുറിച്ചുള്ള രൂപമാണ്. നമ്മുടെ ഈ സഹോദരങ്ങളെ ഉടനെ ഈ ലോകത്തോട് യാത്ര കഴിക്കും. അവർ പോയ ദേശത്തെക്കുറിച്ചും അവരുടെ ട്രീറ്റിനെ കുറിച്ചും അവരിന്ന് അനുഭവിക്കുന്ന ആത്മീയ പ്രബുദ്ധതയെക്കുറിച്ചും നിങ്ങളെയും എന്നെയും മാടി വിളിക്കുന്ന അവരെയും മാടി വിളിച്ച ജീവനുള്ള ദൈവത്തെക്കുറിച്ചുമൊക്കെ
കൃത്യമായ രൂപം നമുക്ക് ഏറ്റുവാങ്ങാൻ സാധിക്കുന്നെങ്കിൽ ഈ ലോകത്തിൽ വ്യാപരിക്കുമ്പോൾ തന്നെ അവയെക്കുറിച്ചുള്ള കൃത്യമായ രൂപം നമ്മുടെ മനസ്സിൽ നിലനിൽക്കുകയും അതിനെക്കുറിച്ചുള്ള ആവേശകരമായുള്ള ചിത്രങ്ങളും പൂർണ്ണമായ സമർപ്പണത്തോടുള്ള പ്രാർത്ഥനയും നമുക്ക് സജീവമായി നിലനിർത്താൻ സാധിക്കുകയും ചെയ്യും. ഇത് നമ്മുടെ ജീവിതത്തിന്റെ ആകെത്തുകയെ രൂപാന്തരപ്പെടുത്തുന്നു. നമ്മുടെ നാവിൽ വരുന്ന ശബ്ദങ്ങൾ വയനാട് പോലുള്ള പ്രദേശത്തുണ്ടായ സംഭവങ്ങളുടെ മധ്യത്തിൽ തളർന്ന താളടിയാകുന്ന അവസരത്തിൽ ആശ്വാസത്തിന്റെയും പ്രത്യാശയുടെയും തീക്ഷ്ണമായ ഭാവങ്ങളും വളരെയിരിക്കുന്ന ശരി വലിയ അപകടമുണ്ടായി. 10,000 രൂപ ഇങ്ങോട്ട് പോയെന്നറിഞ്ഞില്ല. തെരുവ് നായ്ക്കളെന്ന് വിചാരിക്കുന്ന നായ്ക്കളുടെ ദുഃഖം പോലും വാർത്തകളിൽ നിറഞ്ഞിരിക്കുക. സ്നേഹത്തിന്റെ, കരുതലിന്റെ, പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടതിന്റെ ഭാവങ്ങൾ മൃഗങ്ങളിലും എത്ര തീക്ഷണമായി നിൽക്കുന്നു എന്നുള്ളത് മാധ്യമങ്ങൾക്ക് വരുമ്പോൾ മനസ്സാക്ഷിക്ക് ഒരു നമ്പറുമില്ലാതെ അടിപൊളിയായിട്ട് നമ്മുടെ നിമിഷങ്ങൾ ചെലവഴിക്കുവാൻ മാത്രം ഒരു അജണ്ടയാണ് നമ്മുടെ വ്യക്തിത്വത്തിന് എവിടെയോ ക്ഷീണമുണ്ട് എന്നുള്ള യഥാർത്ഥം നാം ഉൾക്കൊള്ളേണ്ടത്. നേരെ മറിച്ച് അതിനെക്കുറിച്ച് അവരുതാക്കില്ല. ഈ കോണ്ടക്സ്റ്റിൽ എനിക്ക് എന്താ ചെയ്യണം? ഞാൻ എല്ലാ മാധ്യമങ്ങളും വാർത്തകളും അറിയുന്നില്ല, പക്ഷെ കുറച്ച് പേരുടെ കാര്യം നേരിട്ടറിയാം. ഒരു വലിയ ഉത്തരവാദിത്തങ്ങൾ വിട്ട് ഈ വല്ലാത്ത ഭൂമിയിലേക്ക്, വളരെ അസ്വസ്ഥമായ കാലാവസ്ഥയിലേക്ക് മണിക്കൂറുകളും ദിവസങ്ങളും ചെലവഴിച്ച് ഈ ചീഞ്ഞനായിക്കൊണ്ടിരിക്കുന്ന മൃതശരീരങ്ങൾ കണ്ടെത്തുവാനുള്ള അധ്വാനത്തിൽ പോലും നടന്നു നീങ്ങിയ ധാരാളം അവിടെ ജീവിതത്തിൽ കഠിനമായിട്ട് അധ്വാനിച്ച് ലഭ്യമായ ഏതാനും സെന്റ് ഏക്കറോ വസ്തുക്കളാണ് യാതൊരു പരിചയവും ബന്ധവുമില്ലാത്ത ആളുകൾ കടന്നുപോയി. അവിടെ സ്നേഹിതരോ പ്രിയപ്പെട്ടവരോ ബന്ധുമിത്രാദികളോ ഒന്നുമില്ലാതെ തകർന്ന തരിപ്പണമായി. മൈലുകൾക്കപ്പുറത്താണെങ്കിലും എൻ്റെ അധ്വാനം കൊണ്ട് നേടിയ 50 സെന്റ് അല്ലെങ്കിൽ 1.5 ഏക്കർ ഉന്നതത്തിൽ വികസിപ്പിക്കുവാൻ ഞാൻ കൊടുക്കാൻ തയ്യാറാണ്. ഞാൻ നേടിയ ലക്ഷ്യങ്ങൾ ഈ ഒരു ശുശ്രൂഷക്കാർക്ക് വേർതിരിക്കുന്നതിന് ഞാൻ തയ്യാറാണ്. പുതിയ ഭാഷയും പ്രത്യാശയുടെ ശബ്ദങ്ങളും നമ്മെപ്പോലുള്ളവരുടെ നാവിൽ നിന്ന് ഉയർന്നു വരുന്നു. അവിടെ പ്രിയപ്പെട്ട സ്വത്തും വസ്തുക്കളും സമ്പത്തും എന്ന് കരുതിയിരുന്നവർ അതിന് വളരെ വ്യത്യസ്തമായി യാതൊരു ബന്ധവും പരിചയമില്ലാത്തവർക്ക് ഫ്രീയായിട്ട് അത് കൈമാറുന്നു. ഒരു തരത്തിൽ കൗൺസിലിങ്ങിനും ശുശ്രൂഷകൾക്കും ചികിത്സയ്ക്കും ഒരധിവാസത്തിനും രൗമ്പൂർവ്വം അധ്വാനിക്കുന്നവർ, വളരെ ഉത്തരവാദിത്തപ്പെട്ടവർ കണ്ണ് തുറക്കാതെ അപ്രത്യക്ഷമാകുമ്പോൾ യാതൊരു ബന്ധമില്ലാത്തവർ വളരെ വിശേഷമായ തലത്തിലിരിക്കുകയാണ്. ഇവിടെ വാങ്ങിപ്പോയതിനെ കുറിച്ചുള്ള ഓർമ്മകൾ നമ്മുടെ മനസ്സിൽ നിറവായിട്ട് നിൽക്കുമ്പോൾ അവർ കടന്നുപോയ ദേശത്തേക്കുള്ള വ്യക്തമായ രൂപങ്ങൾ തിരുവചനത്തിൽ കൂടി, തിരുസഭയിലെ കുദാശകളിൽ കൂടി, അനുഷ്ഠാനങ്ങളിൽ കൂടി വ്യക്തമായിട്ട് നമുക്ക് കൈമാറുമ്പോൾ അവരുമായിട്ടുള്ള അകലം കുറയ്ക്കാൻ സാധിക്കുന്ന ധാരാളം അംശങ്ങളെ കൃത്യമായിട്ട് ബന്ധപ്പെടുകയും അവരെ ആലിംഗനം ചെയ്യാനുള്ള സാധ്യതകൾ കണ്ടെത്തുകയും അവരോട് ചേർന്ന് ജീവനത്തിൽ മാറ്റപ്പെടുത്തുവാനുള്ള കൃപ ആർജിക്കുകയും ചെയ്യാനായിട്ട് സാധിക്കുമ്പോൾ നമ്മുടെ ദുഃഖങ്ങളും നമ്മുടെ നടുവീർപ്പുകളും നമ്മുടെ വേദനകളും ഒറ്റപ്പെടുത്തപ്പെടുന്ന അവസരങ്ങളുമെല്ലാം മാറിയിട്ട് സമ്പന്നമായി അവിടെ സാന്നിധ്യത്തിൽ ചുവടുനിലത്തെ മാറ്റപ്പെടുത്തുന്ന രീതി
അവരെ സ്വീകരിച്ച് ആനയിച്ച സ്വർഗീയഗണങ്ങളുടെ കൂട്ടായ്മ അവിടെ ഉയരുന്ന ഹാലരിയാണ് നിങ്ങൾക്കും എനിക്കും അവകാശമുള്ളതാണെന്ന് ബോധ്യപ്പെട്ട് അവരുടെ ചേർന്ന് ദൈവത്തിൻ്റെ മഹത്വം അർപ്പിപ്പാൻ സാധിക്കണമെങ്കിൽ അത് കൃപയുടെ നിറവായി ആ ഭാഗ്യത്തിലേക്ക് ദൈവം ഞങ്ങൾ വഴി നയിക്കണമേ. അവരെ പോയ സ്ഥലത്തേക്ക് ഞങ്ങളും എത്തേണ്ടതാണ്. അവർ കൊടുത്ത വാഗ്ദാനങ്ങളും നിറവുകളും ഞങ്ങളും അനുഭവിക്കേണ്ടതാണ്. അത് സൗജന്യമായ പ്രധാന വിഷയമാണ്. കാൽവരിയിലെ പരമയാഗമായി തീർന്ന രക്ഷകന്റെ സ്നേഹവും കരുണയും കടാക്ഷവും ഞങ്ങളും അനുഭവിച്ചു. ഈ മാർഗത്തിൽ ചെയ്യുവാൻ ഞങ്ങൾ പ്രാപ്തരാക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു. ദിവസത്തിൽ അനേകമായി കർത്തൃസത്തെ സമർപ്പിക്കാൻ അവർ കൈമാറുന്ന പ്രത്യാശയുടെ അംശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പുതിയ നാമ്പുകൾ പകരട്ടെ. അത് വഴി ജീവനുള്ള ദൈവത്തോട് കൂടുതൽ അടുത്ത് ഇടപെടുവാനുള്ള മഹാഭാഗ്യത്തിലേക്ക് ദൈവം നമ്മൾ വഴി നയിക്കട്ടെ. അവരെയും നമ്മയും നയിക്കുന്ന പരിശുദ്ധാത്മാവ് വിശുദ്ധന്റെ രണ്ടാമത്തെ വരവിൽ അവരെ എതിരേൽക്കുവാനുള്ള ഭാഗ്യത്തിലേക്ക് നമ്മൾ വഴി നയിക്കട്ടെ. നമ്മുടെ തീർത്ഥാടനം ദിവസത്തെ പ്രീതികരമായി തരട്ടെ എന്ന് ഇനിയുമ്പോൾ പ്രാർത്ഥിക്കാം. അവരെയും ഓർത്തുകൊണ്ട് കർത്താവിൻ്റെ തിരിച്ചരക്തങ്ങൾ അനുഭവിച്ച് അവൻ്റെ ശക്തിയിൽ നമ്മെ തന്നെ സമർപ്പിക്കുന്ന ആ പവിത്രമായിട്ടുള്ള ശുശ്രൂഷ പൂർണ്ണതയിലേക്ക് നയിക്കൊടുക്കാൻ ദൈവം ഞങ്ങളുടെ ബലപ്പെടുത്തണമേ. ഞങ്ങളുടെ പാപങ്ങളും പോരാട്ടങ്ങളും പരിമിതികളും ഞാൻ തടസ്സമാകാതെ നിന്റെ കാര്യങ്ങളോട് എൻ്റെ സമരമാകണമെന്ന് പ്രാർത്ഥിച്ച ദൈവശക്തി നമ്മെ സമർപ്പിക്കാൻ അവരെ കർത്തശക്തി സ്തോത്രം